നമസ്കാരം. കേരളത്തിൽ ബി.ജെ.പിക്ക് വലിയ വിജയസാധ്യതയുള്ള അല്ലെങ്കിൽ വിജയിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം മുന്നേറ്റം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന എ ക്ലാസ് മണ്ഡലങ്ങൾ 5 എണ്ണമാണുള്ളത്. തിരുവനന്തപുരം, പത്തനംതിട്ട, ആറ്റിങ്ങൽ, തൃശ്ശൂർ, പാലക്കാട്. എന്നാൽ അതിനടുത്തേക്ക് കാസർഗോഡും കൂടി എത്തി അങ്ങനെ 6 മണ്ഡലങ്ങൾ വേണമെങ്കിൽ പരിഗണിക്കാവുന്ന അവസ്ഥയായിരുന്നു. ഇതിൽ കൂടുതൽ മണ്ഡലങ്ങളിലും എടുത്തു പറഞ്ഞാൽ 3 മണ്ഡലങ്ങളിലെങ്കിലും നേരിട്ട് കേന്ദ്ര നേതൃത്വം ഇറക്കിയ മത്സരാർത്ഥികൾ തന്നെയാണ് മത്സരിക്കുന്നത്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രത്തിൻ്റെ നോമിനിയാണ്. പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണി കേന്ദ്രത്തിൻ്റെ നോമിനിയാണ്. അതുപോലെ തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും കേന്ദ്രത്തിൻ്റെ മത്സരാർത്ഥി തന്നെയാണ്. ഈ 3 മണ്ഡലങ്ങളിലും വളരെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കേന്ദ്ര നേതൃത്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് ഏകദേശം 2 വർഷത്തിനിപ്പുറം കേന്ദ്ര നേതൃത്വം ഫ്രീ ചീട്ട് കൊടുത്തിരിക്കുകയായിരുന്നു. ഏത് വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനുമുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു അവകാശം സുരേഷ് ഗോപിക്ക് കൊടുത്തിരുന്നു. കഴിഞ്ഞ മാസത്തിലാണ് 2 തവണ നരേന്ദ്രമോദി തൃശ്ശൂരിലും ഗുരുവായൂരിലുമായി എത്തി സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത ആഴ്ചയിൽ നരേന്ദ്രമോദി വീണ്ടും പാലക്കാടും അതുപോലെ തന്നെ പത്തനംതിട്ടയിലും എത്തുകയാണ്. അതിനുശേഷം വരുന്ന മാസത്തിൽ തിരുവനന്തപുരത്തേക്കും തൃശ്ശൂരേക്കും വീണ്ടും അദ്ദേഹം എത്തും എന്നാണ് അറിയുന്നത്. അക്കൂട്ടത്തിൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു മണ്ഡലമുണ്ട്. അത് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന ആലപ്പുഴ തന്നെയാണ്. എ ക്ലാസ് മണ്ഡലങ്ങളിലൊന്നും പെടുത്താതിരുന്നിട്ടും ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടുന്ന മണ്ഡലങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് ആലപ്പുഴ എന്ന് വേണമെങ്കിൽ പറയാം. അതിന് പ്രധാന കാരണം ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിക്കാനെത്തിയാലും അവിടെ തീ പാറിക്കാൻ കഴിവുള്ള അത്രയും ഇച്ഛാശക്തിയുള്ള ഒരു നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ളൊരു നീക്കത്തിലൂടെ ആലപ്പുഴ മണ്ഡലം ഇപ്പോൾ കേരളത്തിൽ ശ്രദ്ധേയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ആറ്റിങ്ങലിലും അതുപോലെ നേമത്തുമൊക്കെ മത്സരിച്ചപ്പോൾ അത് കണ്ടതാണ്. പാലക്കാട് മത്സരിച്ചപ്പോഴും അത് കണ്ടതാണ്. അവിടെയൊക്കെ വോട്ടിംഗ് ശതമാനം കുത്തനെ ഉയർത്തുവാൻ 2-3 ഇരട്ടിയായിട്ട് ഉയർത്തുവാൻ കഴിഞ്ഞ ഒരേ ഒരു നേതാവ് മാത്രമേ കേരളത്തിലുള്ളൂ. അത് ശോഭാ സുരേന്ദ്രനാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എ ക്ലാസ് മണ്ഡല ലിസ്റ്റിലേക്ക് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന ആലപ്പുഴയും എത്തുകയാണ്. ആലപ്പുഴയിൽ തീ പാറുന്ന പോരാട്ടം നടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ സൂചനകൾ ലഭിക്കുന്നത്. തീർച്ചയായിട്ടും അടുത്ത തവണ ഇത്തവണ അല്ലെങ്കിൽ അടുത്ത തവണ നരേന്ദ്രമോദി കേരളത്തിലേക്ക് സന്ദർശനത്തിനെത്തുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ സന്ദർശനത്തിനെത്തുമ്പോൾ ആലപ്പുഴ മണ്ഡലത്തിലും എത്തും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ആലപ്പുഴയെയും ശ്രദ്ധയിൽപ്പെടുത്തുക എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. മാത്രമല്ല ഇത്തവണ അവിടെ ഒരു ഇളക്കമുണ്ടാക്കിയ ശേഷം ജയിക്കുക എന്നല്ല ആലപ്പുഴയിലൂടെ ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു ഇളക്കമുണ്ടാക്കിയ ശേഷം അരൂർ അമ്പലപ്പുഴ പോലെയുള്ള ഏതെങ്കിലും നിയോജകമണ്ഡലത്തിൽ വിജയിച്ച് കയറുക. നിയോജകമണ്ഡല മത്സരം സ്റ്റേറ്റ് മത്സരം വരുമ്പോൾ അല്ലെങ്കിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ എവിടെയെങ്കിലും 1-2 സ്ഥലങ്ങളിൽ ജയിച്ച് കയറാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ശോഭാ സുരേന്ദ്രനും കേന്ദ്രത്തിൻ്റെ നോമിനിയായി തന്നെ വന്ന മത്സരാർത്ഥിയാണ് എന്ന് പറയേണ്ടി വരും. എന്തായാലും എ ക്ലാസ് മണ്ഡലങ്ങളുടെ ഗണത്തിലേക്ക് ബി.ജെ.പി പ്രതീക്ഷയർപ്പിക്കുന്ന മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ വലിയ തോതിൽ വർധനവുണ്ടാകുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ കേന്ദ്രത്തിൻ്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് എന്നുള്ളതും വലിയ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം സംസ്ഥാന നേതൃത്വത്തെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാവും ഇത്തവണ ബി.ജെ.പി കേരളത്തിൽ നടത്തുക. പല പരീക്ഷണങ്ങൾ സംസ്ഥാന നേതൃത്വത്തിൻ്റെ കെയർ ഓഫിൽ നടത്തിയിട്ടുണ്ടെങ്കിലും അതെല്ലാം ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു എന്നതിനാൽ തന്നെയാണ് ഇത്തവണ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശാനുസരണം കേന്ദ്ര നേതൃത്വത്തിൻ്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ ഈ മത്സരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പല മണ്ഡലങ്ങളിലും ബി.ജെ.പിക്ക് വലിയ തോതിലുള്ള നേട്ടമുണ്ടാക്കാൻ കഴിയും. ജയിച്ചില്ല എങ്കിലും വോട്ടിംഗ് ശതമാനത്തിലൊക്കെ വലിയ തോതിലുള്ള വർധനമുണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇത് അടുത്ത് വരുന്ന നിയമസഭാ ഇലക്ഷനിലേക്ക് ഒരു മുതൽക്കൂട്ട് ആക്കി മാറ്റുക എന്ന് തന്നെയാണ് ബി.ജെ.പി ഉദ്ദേശിക്കുന്നതും.